അവന്റെ കഴുത്തിൽ കണ്ടോ കണ്ടോ. ഇപ്പൊ സമയം 6:30. നമ്മൾ ഇച്ചിരി താമസിച്ചു. ഇത് രാവിലെ പോകണമെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ. നമ്മൾ അങ്ങനെ കോട്ടയത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് ഗൈസ്. അപ്പം രാത്രി ചേച്ചിയൊക്കെ ആയിട്ട് എങ്ങും പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒരുങ്ങിയപ്പം ധൃതിക്ക് ഈ താടി മീശ ഉള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം, താടി ഈ കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ട്, അലോവേര ജെല്ല് വെച്ചിട്ടൊന്ന് തൂത്തിട്ടായിരുന്നു ഞാനിങ്ങനെ എടുക്കുന്നത്. ഇച്ചിരി ധൃതി കൂടിപ്പോയത് കൊണ്ടും അലോവേര ജെല്ല് തീർന്നു പോയത് കൊണ്ടും ഒരച്ചു മുറിഞ്ഞു, കുറെ ചോര പോയി. പക്ഷെ ചോര കാണുന്നത് എന്തിനും നല്ലതാ. അതുകൊണ്ട് നമ്മള് ചോരയൊക്കെ കണ്ട് ഇറങ്ങുവാണ്. അപ്പം ഇത് UKMI നോക്കൂ, UKMI. അത് ജ്യോതി PR. ഇത് നോക്കൂ, ഇത് ഉണ്ണിക്കുട്ടൻ. ഇവരെല്ലാരും നീലയും. ഞാനൊരു നീല എടുത്തിട്ടതാ. പക്ഷെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിന് ഊരിക്കളഞ്ഞു. നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഇങ്ങനെ ഇരുന്നിരുന്ന് താമസിച്ചു. അങ്ങനെ യദുകൃഷ്ണൻ ഇറങ്ങാൻ പോവാണ്. ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ആൾക്കാർ വേണം. അപ്പൊ നമുക്ക് ഇറക്കാം. പിന്നെ യദുകൃഷ്ണനെ ഇറക്കി ബസ്സിനകത്ത് കയറ്റുന്നു, കാറിനകത്ത് കയറ്റി ഉണ്ണിക്കുട്ടൻ ഇരിക്കുന്നു. ഇവരെല്ലാരും നീലയാണ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇച്ചിരി മാറിയിട്ടുള്ളത്. ഇതെല്ലാം അച്ചാച്ചനെ നീലയാ ഏകദേശം. സത്യം പറഞ്ഞു കഴിഞ്ഞാ അവിടെ നിന്ന് ഇറക്കാൻ ഞാൻ മാത്രം മതിയായിരുന്നു. 2 പേരൊന്നും ആവശ്യമില്ല. ഞാനാ ഇറക്കുന്ന. സത്യം ഞാൻ മറന്നു പോയിട്ടാ. ഇറക്കുന്ന നോക്കും ഒരു ദിവസം കാണിക്കാം. അങ്ങനല്ല, ഞാൻ ഇറക്കും. ഭയങ്കര സേഫ് ആയിട്ട്. യദുകൃഷ്ണൻ ഞാൻ ഭയങ്കര സേഫ് ലാൻഡിങ് അല്ലേ. യദുകൃഷ്ണൻ ഞാൻ പറയുമ്പം എന്റെ മുഖം കാണിക്കണമെന്ന് എന്റെ ഏട്ടായി എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കോട്ടയം ലുലുമാളിലോട്ട് പോകാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാരും കാണുന്നവരൊക്കെ വിചാരിക്കും ഞങ്ങൾക്ക് എന്തോരം പൈസ ആ ലുലുമാളിലൊക്കെ പോവാണെന്ന്. പക്ഷെ അങ്ങനൊന്നുമില്ല. നമുക്ക് ലുലുമാളിലൊന്ന് പോകണം, കാണണം, തിരിച്ചു വരാം. പോവുക, കാണുക, തിരിച്ചു വരും. ഇനി ഒരു വ്ളോഗിനകത്ത് മറ്റേ ഷാപ്പിൽ പോകുന്ന വ്ളോഗില്ലേ, അത് കണ്ടിട്ട് ഒരു അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്താ എന്റെ അമ്മയുടെയും മരുമോടെയും മുഖം വീർത്തിരിക്കുന്നതെന്ന്. സത്യസന്ധമായി പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞങ്ങൾക്കിടെ എല്ലാവരുടെയും മുഖം ഇങ്ങനെ ഇരിക്കും. ഒരിടത്ത് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിഗ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ. ഇവര് കണ്ടോ, ഇവരാ പ്രശ്നം. ഇവര് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നം. ഒരു അമ്മയെ പോലെ ഉണ്ട്. കയറി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങളെ പോലുള്ളവർ സാൻഡ്വിച്ച് പോലെ ഇരിക്കണം. ഞങ്ങളൊരു ബിഗ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ ഒരിടത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരു കാർ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യണം. അത് ഞാൻ 7 സീറ്റിന്റെ ആണെങ്കിൽ ഓക്കെ. അത് 7 സീറ്റ് കാറോ ട്രാവലറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. കാർ ആയതാകുമ്പോ ഇങ്ങനെ 7 സീറ്റുള്ള കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റില് വിൻഡോ ഒന്നും താക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊക്കെ ഛർദ്ദിച്ച് വാരി. അപ്പൊ എന്റെ കൺസിഡർ ചെയ്യണം നിങ്ങൾ. അപ്പൊ ട്രാവലിലാണെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പൊ തരുക അങ്ങനല്ലേ പറഞ്ഞത്. തരത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ പറയാം. നിങ്ങൾ ഒന്നും ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് കുറച്ച് അരി മേടിക്കാനുള്ള പൈസ എങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ ഇപ്പൊ കൊറേ പേര് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ജോലിക്ക് പോക്കൂടെന്ന്. എനിക്ക് പറ്റത്തില്ല ജോലിക്ക്. എനിക്ക് വയ്യ ജോലിക്ക്. അതെ, ഞാൻ എന്റെ ഏട്ടായും ഞങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ. കുറച്ചാണ് ഞങ്ങളോട് ജോലിക്ക് വരുന്നു പറയരുതായിരുന്നു. നമ്മൾ വന്നിരിക്കുകയാണ് ഗോയ്സ്തോണ്ടേ ലുലുമാൾ. അവര് വീൽ ചെയർ ശരിയാക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വിചാരിക്കും നിനക്ക് എന്താ പണി. ഞാൻ എന്റെ കുഞ്ഞിനെ കാവലായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അച്ചാച്ചനും ഉണ്ണിക്കുട്ടനും ഒക്കെ ഉള്ളപ്പോൾ അവരാണ് മിക്കവാറും വീൽ ചെയറൊക്കെ ശരിയാക്കുന്നത്. ഇനി അവനെ ഇറക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവനെ ഇറക്കുന്ന കാണിച്ചു തരാം. നമ്മളങ്ങനെ ലുലുമാളിന്റെ അകത്തെത്തി. അതിരജി ആദ്യമായിട്ട് ലുലുമാള് കാണുന്നത്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഞങ്ങൾക്ക് അങ്ങനെ ആൾക്കാർ ഒത്തിരി കാണുന്ന ഇഷ്ടമല്ല ഗൈസ്. ഞങ്ങൾ ഇൻട്രോവേർട്ട് എല്ലാം ഒരു ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാതാണ് ഞങ്ങൾ. നീ ഇൻട്രോവേർട്ട് അല്ലേ? ഏതോ
ലുലുമാളി വന്നിട്ട് എന്താ മേടിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? കോൾഗേറ്റ്. ഞങ്ങളുടെ പല്ലിന്റെ രഹസ്യം എന്താണ് ചേച്ചിയാണെങ്കിൽ കോൾഗേറ്റ്. ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ജ്യോതിക 2 കോൾഗേറ്റ്, ഒരു എൻഡോമി. 27 ഉള്ളെന്ന്. അത് യുപ്പിയുടെ അല്ലേ? മേടിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒരെണ്ണമായിട്ട് കഴിച്ചാൽ മോശമായിരുന്നു. നമുക്ക് എല്ലാവരും കൂടെ കഴിക്കും. അത് പറ്റത്തില്ല. 2 എണ്ണം. അതാണ് പേ ചെയ്യുന്നത്. ജ്യോതിക റിച്ച് ആണേ, അതുകൊണ്ട് ഞാൻ ഭയങ്കര റിച്ചാ. റിച്ച് ഞാനിപ്പോ കാണിച്ചു തരാം. അവിടെ പോയിട്ട് മാറ്റി വെക്കും. ഓരോന്നിന്റെ വില കണ്ടിട്ട് യഥോകൃഷ്ണ പേടിച്ചിരിക്കുന്നു ഞാനും. എനിക്ക് അറിയത്തില്ല ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് വന്ന ആൾക്കാരെ വായിന്ന് വെള്ളം വന്നാണ്ട് ഇപ്പൊ എവിടെ നിക്കുന്നേന്ന് നോക്കി. ഇത് മേടിക്കാം. ഏതാ? അല്ലേ നീ കഴിക്കത്തില്ലേ? ഞാൻ കഴിക്കും. ജ്യോതികാച്ച് വരുന്നതിന്റെ തിരക്കില് ഷേവ് ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് ഇടി ശരിക്കും കാണാടി. എല്ലാവരും കാണട്ടെ, ആരും ഇങ്ങനെ മുറിക്കരുത്. കുപ്പി വെള്ളോ. ഇതിന് വില എത്രടാ? 349 രൂപ. ഗൈസ്, ഞങ്ങൾ ദുബായിൽ പോയി സെറ്റിൽഡ് ആവാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുക. ഞങ്ങൾ ആരെങ്കിലും നമുക്ക് വിസ എടുത്താലും ടിക്കറ്റ് എടുത്തായിരുന്നു. നീ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പൈസ ഇല്ലല്ലേ? ഫുഡ് കോർട്ടിൽ വന്ന് എന്തോടെ ഓർഡർ ചെയ്തേ? ഇവിടുത്തെ അൽബേക്കിന്ന് മറ്റേ ഫാമിലി അൽബേക്കിന്ന് എന്തോ ഫാമിലി എന്തോ സാധനം. സൗണ്ട് ക്ലിയർ ആണോ അറിയാം. ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ്, പിന്നെന്താ, പിന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ട്. ഗ്രിൽ ചിക്കൻ ഉണ്ട്. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മേടിക്കുന്നതാണ് ഗ്രിൽ ചിക്കൻ, കുബൂസ്, ഹമ്മൂസ്, പിന്നെ മയോണൈസ്. ടേസ്റ്റ് ഒന്നുമില്ല. എന്നിട്ട് തിന്നോണ്ടിരിക്കുക, എന്നിട്ടാ പറയുന്നത്. അതിന് പച്ചക്ക് തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചെയ്താ. ഇത് എന്താ വെച്ചാ ഉണ്ടാക്കുന്നേ? കടല, പരിപ്പ്, പിന്നെ ഒലീവ് ഓയില്, കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ തൈനുണ്ട്. തൈന അത് വേറെ സാധനം. ഓളെന്താ നമ്മളെ മിണ്ടായിരിക്കുന്നേ? അത് വിശന്നിട്ടാ സാധനം പറഞ്ഞു. മുത്തച്ഛൻ അവിടെ ഉഴുന്നോടെയും ഉള്ളിവടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് വന്നിരിക്കുകയാണ്. അൽബേക്കിൽ നിന്ന് എത്രയ്ക്കോ പീസ് ഫ്രൈഡ് ചിക്കനും പിന്നെ ജ്യോതികാച്ചിയുടെ ഓൾറെഡി തുടങ്ങി. അയ്യോ, അങ്ങനെ കാണിക്കാതെ. എന്തുവാ ഇത് കണ്ടോ? ഇതിനകം നശിപ്പിച്ച് വെച്ചേക്കുന്നത്. ഒരു പ്ലേറ്റ് വരെ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാവരും പരിപാടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് തീർത്തിട്ട് വരാം. എല്ലാം ഖാലിയായി. ജ്യോതികജയും ഉണ്ണിക്കുട്ടനും ഭയങ്കര സ്കോറിങ് ആയിരുന്നു. എന്തായിരുന്നു. പക്ഷെ ഇത് ഫിനിഷ്. അതിന് ചേച്ചി കഴിച്ചായിരുന്നു ചേച്ചി? ശരിക്ക് കൂളിങ് കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കൂളിങ് കുറവായിരുന്നു. അതാ ശ്രദ്ധിക്കാൻ പറ്റില്ല എനിക്ക്. ഫുഡിരിക്കുന്നുണ്ട്. ഇതാരും ശ്രദ്ധിച്ചില്ല. ഒരു മിനിറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ലുലു കണക്റ്റിൽ പോയി നമുക്ക് ലുലു കണക്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. ഫുഡ് കൊള്ളായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. നമുക്കിനിപ്പോൾ ലുലു കണക്റ്റിലൂടെ പോയിട്ട് വരാം. നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു. ജ്യോതികാജയുടെ കയ്യിലിരിക്കുന്ന ബാഗ് എൻ്റെ യൂറിൻ്റെ എല്ലാ സാധനങ്ങളാണ്. സോ നമ്മളെല്ലാം അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വാങ്ങിച്ച സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു.
അങ്ങനെ സാധനം വാങ്ങിച്ചു. ഇനി ഒരു ഐസ്ക്രീം കൂടെ ചെന്നിട്ട് കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഗൈസ്. എല്ലാവരും ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓഹോ ഹോ, ശരിക്കും ആ മഹാഭാവി, ഈ ഒരു മഹാഭാവി കാരണം. അങ്ങനെ ഗായ്സ് നമ്മൾ സംഭവമൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. അയ്യോ ഇതിലേ ഇറങ്ങാം. കീ അടിച്ച് പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല. അവർ ചേച്ചി ചിരിക്കുന്നു. യദുകൃഷ്ണ ഫ്രണ്ടെ കൊണ്ടുപോയി. അവർ മറ്റേ 17 Pro കണ്ടപ്പോൾ അവിടെ യദുകൃഷ്ണ കുറേ നേരം ലാഗ് ചെയ്തു. നമ്മൾ സാധനങ്ങൾ കുറവാണ്, നമ്മൾ കഴിക്കുമായിരുന്നു ചെയ്തത്. ആദ്യ ചേച്ചി ഫസ്റ്റായിട്ടാണ് ലുലു മാളിൽ വരുന്നത്. പിന്നെ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ യദുകൃഷ്ണൻ വലിയൊരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ എങ്ങോട്ടെങ്കിലും കറങ്ങാനൊന്നും പോകാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ ഇറങ്ങിയതാണ്. വലിയ ഇഷ്ടമാണ്. ഇതിനകത്ത് ഇനി എല്ലാവരും പറയും ജെല്ലി ആരോഗ്യത്തിന് ശരിയല്ല എന്നൊക്കെ, എന്നാലും ഇടയ്ക്കൊക്കെ തിന്നുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനവും എപ്പോഴും കഴിക്കണം പറയുന്നില്ല. ഞാൻ കാരണം കമന്റ് ഇടുന്നവർക്ക് ഭയങ്കര നഷ്ടമാണ്. ഞാൻ തന്നെ പറയും നിങ്ങൾ അങ്ങനെ ഇടും, നിങ്ങൾ എങ്ങനെ ഇടുക. പിന്നെ എനിക്ക് കുറച്ച് കമന്റ് റിയാക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കമന്റ് റിയാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ എന്തിനാ പിള്ളേരെ ഓരോരുത്തരും പറയുന്ന കേൾക്കുന്നത്. എനിക്കൊരു കമന്റ് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണ റീൽസിന് അടി വന്നിട്ട് ഒരു അമ്മച്ചി പറയുക, എന്തുവാ പെണ്ണിന്റെ കാലമാണ് മോനെ സൂക്ഷിച്ചോളാം. എന്തിനാ പുള്ളിക്കാരി അങ്ങനെ? പുള്ളിക്കാരി ഒരു പെണ്ണല്ലേ, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന എന്റെ വീഡിയോ ഒരു വീഡിയോ ഡാൻസ് ആണെങ്കിൽ കൊള്ളാന്നെങ്കിലും പറയാം, അത് കൊള്ളത്തില്ല. എന്നിട്ട് പറയാം അയ്യോ കാല് അത് അമ്മച്ചി ഒന്നുമല്ലേ, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുവാ ഒരു പുള്ളിക്കാരൻ ഫേസ്ബുക്കിനകത്ത് പറഞ്ഞേക്കുവാ, ഇവന് മാത്രമേ ഉള്ളൂ കുറവുകൾ കഴിഞ്ഞിട്ട് ഇവര് മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ മാത്രമേ അങ്ങനെ, നമ്മുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. സ്നേഹിക്കുന്നു അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ആരോടും. എന്നിട്ട് പറയാ എന്തിനാ ഇത്ര പ്രഹസനം എല്ലാം കഴിഞ്ഞിട്ടെന്ന്. എന്ത് കഴിഞ്ഞിട്ടെന്നാ പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. യദുകൃഷ്ണക്ക് മനസ്സിലായി? യദുകൃഷ്ണ അവരുടെ വീട്ടിലെല്ലാവരും അങ്ങനെ ആയിരിക്കും. അങ്ങനെ റിയാക്ട് ചെയ്യ, അതിന് എനിക്ക് ശരിക്കും നന്നായിട്ട് റിയാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ താല്പര്യം ആരാന്നൊന്നും പറയുന്നില്ല. എന്തുവാ ആഹാരം കഴിച്ചതിന്റെ കൂടുതലുണ്ട്, കാറിൽ കൂടുതൽ വൈബ്രേഷനുകൾ വരുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നാലും വൈബ്രേഷൻ ഇച്ചിരി കൂടുതൽ കിട്ടുന്നുണ്ട്. ചിലരൊക്കെ മടിയിലിരിക്കുന്നവരായിരിക്കും അല്ലേ? ഇവിടെ വന്നപ്പോ ഒരു പല്ല് തോന്നി, അത് കഴുകിയിട്ട് വന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നു കഴിച്ച് നമ്മുടെ അപ്പം വ്ലോഗ് തീർന്നു. വ്ലോഗ് കഴിഞ്ഞു. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താലും ഞങ്ങൾക്ക് കമന്റ് റിയാക്ഷൻ ചെയ്യാൻ പറ്റും. കമന്റ് ചെയ്യുക. എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സുഖനിദ്ര. കേൾക്കേണ്ട കിസ്സകൾ കഥകൾ.